ഹേയ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതേപോലത്തെ ഒരു ഷർട്ട് ഹാമ്പറോ അല്ലെങ്കിൽ ഡ്രസ്സ് ഹാമ്പറോ ഒക്കെ നമുക്ക് എങ്ങനെ ഡാമേജ് കൂടാതെ കസ്റ്റമറെ കയ്യിൽ കൊറിയർ വഴി അയക്കുക എന്നതിൻ്റെ പാക്കിംഗ് വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ കൊറിയർ അയച്ചാലും ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ആവും ചിലപ്പോൾ കസ്റ്റമറെ കയ്യിൽ കിട്ടുക. ഇപ്പം നമ്മൾ വെച്ച സ്ഥാനത്തൊന്നും ആവില്ല, ഈ ചോക്ലേറ്റ് ആയാലും ഫ്ലവേഴ്സ് ആയാലും ഒന്നും ഉണ്ടാവുക. അപ്പോൾ അത് നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത അതേ രീതിയിൽ എങ്ങനെ കസ്റ്റമറെ കയ്യിൽ കിട്ടുക, അതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം. അപ്പോൾ അതിന് മുന്നേ നമ്മളെ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ചോക്ലേറ്റ് എങ്ങനെ നമ്മൾ വെച്ചുകൊടുത്തുന്ന സ്ഥാനം മാറാതെ നിൽക്കുക ചെയ്യേണ്ടിയെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ ഡബിൾ ടാപ്പ് സ്റ്റിക്കർ ഉണ്ടല്ലോ, അത് ഓരോ ചോക്ലേറ്റിൻ്റെ ബാക്ക് സൈഡിലും ഇതേപോലെ ഒട്ടിച്ചിട്ട് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ ഇത് തെർമാക്കോളിൻ്റെ മുകളിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിലും ആദ്യം ചോക്ലേറ്റിൻ്റെ ബാക്ക് ഭാഗത്ത് ഇതേപോലെ ഡബിൾ ടാപ്പ് വെച്ചിട്ട് തെർമാക്കോളിൻ്റെ മുകളിൽ ഒട്ടിക്കുക. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഓരോ ചോക്ലേറ്റും ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വെച്ച അതേ ആ ഒരു രീതിയിൽ തന്നെ കസ്റ്റമറെ കയ്യിൽ അത് കിട്ടും. അത് നമ്മളിപ്പോൾ കൊറിയർ അയക്കാമെന്ന് പറയുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിഞ്ഞിട്ടും മറിഞ്ഞിട്ടൊക്കെ ഒന്നായിട്ട് മിക്സായി പോകാനുള്ള ചാൻസ് ഉണ്ടല്ലോ. പക്ഷെ ഇങ്ങനെ ചെയ്താൽ അതൊരിക്കലും മിക്സായി പോകില്ല. സെയിം ഇതേപോലെ നല്ല വൃത്തിയിൽ തന്നെ കസ്റ്റമറെ കയ്യിൽ കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ എല്ലാ കൊറിയർ അയക്കുന്ന സംഭവങ്ങളിലും ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മളെ ക്ലിം റാപ്പ് ഉണ്ടല്ലോ, ക്ലിം റാപ്പ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ ബോക്സ് ക്ലോസ് ചെയ്യുന്ന മുന്നേ ഇതേപോലെ അതിൻ്റെ മുകളിലായിട്ട് ഒരു കോട്ടിൽ അതൊന്ന് ചുറ്റി കൊടുക്കുക. ഒറ്റ കോട്ട് മതിയാവും, രണ്ടെണ്ണം വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ ഒറ്റ കോട്ടായാലും നല്ലതാണ്. ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും ആ ഷർട്ടും ഫ്ലവറും ഒന്നും അവിടുന്ന് ഇളകി ഒരു ഇളക്കും സംഭവിക്കില്ല. കസ്റ്റമറുടെ കയ്യിൽ നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെയും ഷർട്ട് ഹാമ്പേഴ്സും ഡ്രസ്സ് ഹാമ്പറൊക്കെ സെറ്റ് ചെയ്ത് അയക്കുമ്പോൾ ഇങ്ങനെയും എല്ലാവരും ചെയ്യാം. ഇതൊക്കെ പലരും അങ്ങനെ ചെയ്യാറില്ല, ഞാൻ ചെയ്യാറുണ്ട്. എനിക്ക് ഇതുകൊണ്ട് നല്ല റിസൾട്ടും കസ്റ്റമർ നിന്ന് കിട്ടാറുണ്ട്. ആദ്യമൊക്കെ ഞാനിങ്ങനെ ചെയ്യാറില്ലേനു. അന്നൊക്കെ ചില കസ്റ്റമേഴ്സൊക്കെ പറയാറുണ്ട് ചോക്ലേറ്റ് ഒന്നും യഥാസ്ഥാനത്തല്ല എന്നൊക്കെ. അപ്പോൾ ആ ഒരു ഇഷ്യൂ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പിന്നീട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിങ്ങനെ പാക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളെ കാർഡ്, ബിസിനസ് കാർഡൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ അതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇപ്പോഴും ഞാൻ ആ ഒരു ക്ലിംഗ് റാപ്പ് അവിടുന്ന് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഒറ്റ ചുറ്റൽ ചുറ്റിയിട്ട് ഇതേപോലെ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ കൂടെ ഇതേപോലെ 2-3 ലെയറാണ് ചുറ്റി കൊടുക്കുക. അപ്പോൾ ഒരിക്കലും ആ ഒരു ബോക്സിൻ്റെ ഉള്ളിലെ ഐറ്റംസ് തെന്നി മാറാനുള്ള ചാൻസ് ഇല്ല. 100% അത് അവിടെ നല്ല രീതിയിൽ തന്നെ അവിടെ നിന്നോളൂ കേട്ടോ. അതിനുശേഷം നമുക്ക് നമ്മളെ ഗിഫ്റ്റ് ബോക്സ് ഒരു ഗിഫ്റ്റ് പേപ്പർ വെച്ചിട്ട് റാപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഞാൻ എല്ലാത്തിനും ചെയ്യാറില്ല. ഈ ഒരു ഗിഫ്റ്റ് ബോക്സിൻ്റെ സൈസിൽ വരുന്ന ഇതിന് മാത്രം ചെയ്ത് കൊടുക്കലുള്ളൂ കേട്ടോ. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ കസ്റ്റമറിന് ആ ഒരു ഗിഫ്റ്റിൻ്റെ ആ ഒരു ഫീലിംഗ് കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഞാൻ അത് ഒന്നും കൂടെ ബോക്സിന് ഡാമേജ് ഒന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അതേപോലത്തെ ബബിൾ റാപ്പ് വെച്ചിട്ട് റാപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത് ബബിൾ റാപ്പ് വെച്ചിട്ട് മാത്രം ചെയ്താൽ മതിയാവും. കാരണം കാർഡ്ബോർഡ് വെച്ചിട്ടുള്ള ബോക്സ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ഡാമേജ് ആവില്ല. മറിച്ച് ഞാൻ ഫോം ഷീറ്റ് വെച്ചിട്ടുള്ള ഹാൻഡ് മെയ്ഡ് ബോക്സ് ആണ് കൊറിയർ അയക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ബബിൾ റാപ്പ് വെച്ച് റാപ്പ് ചെയ്തതിൻ്റെ ശേഷം അതിൻ്റെ മുകളിൽ തെർമാക്കോൾ വെച്ചിട്ടും കൂടെ സെറ്റാക്കാറുണ്ട്. അപ്പോൾ ബബിൾ റാപ്പ് വെച്ച് റാപ്പ് ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിൽ ഇതേപോലത്തെ ബ്രൗൺ ടാപ്പും കൂടെ ജസ്റ്റ് ഒന്ന് 2 സൈഡിനും കൂടെ ആയിട്ട് ചുറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ അഡ്രസ്സ് എഴുതിയിട്ട് നമുക്ക് കൊറിയർ അയക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു ഷർട്ട് ഹാമ്പർ ആയാലും ഡ്രസ്സ് ഹാമ്പറിൻ്റെ ആയും നമ്മൾ പാക്കിംഗ് വീഡിയോ. ഓക്കെ, അപ്പോൾ ഡാമേജ് ആവുന്ന ഐറ്റംസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലൊന്നും കൂടെ തെർമാക്കോളിൻ്റെ കോട്ടിങ്ങും കൂടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയോ? അപ്പോൾ ഇനി കൊറിയർ അയക്കുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് അയച്ചു നോക്കുക. ഡാമേജ് ഒന്നും ഇല്ലാതെ സേഫായിട്ട് കസ്റ്റമർ കയ്യിലെത്തും കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.